ഹലോ ഗൈസ്, അങ്ങനെ ഇതേ ഞങ്ങളെന്താണ്ടേ സ്കൂളൊക്കെ തുറക്കാനായി പിള്ളേർക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഇറങ്ങിയതാണ്. പിള്ളേർക്കല്ല, ഡാനിക്ക് ഇതേപോലെ സ്കൂളിൽ പോകാനായില്ലല്ലോ. അപ്പോൾ ഡാനിക്ക് ഞങ്ങൾ ബോക്സും ടിഫിൻ ബോക്സും അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കാൻ ഇറങ്ങിയതായിരുന്നു. ഡാനി ഉറങ്ങിപ്പോയി കറക്റ്റ് സമയമായപ്പോൾ. എന്നാലും ഞങ്ങളെ എന്നാൽ ചെയ്തേക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതങ്ങ് ഡിലേ ആയി പോകുമല്ലോ. അങ്ങനെ അവൻ എന്നോട് നേരത്തെ പറഞ്ഞു, അമ്മ എനിക്ക് റെഡ് കളറിലുള്ള ഷർട്ട് വേണം, അങ്ങനെ കുറച്ച് റിക്വയർമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം അവനെല്ലാം റെഡ് കിട്ടി അവൻ ഹാപ്പി ആവുന്നു. സോ ഞാനും മഞ്ചായും ദയും കൂടി ഇവിടെ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് റെഡ് തന്നെയാണ്. അപ്പോൾ ബോക്സിലൊക്കെ റെഡ് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. ടിഫിൻ ബോക്സും ഞാൻ ഓരോന്നൊക്കെ തുറന്ന് നോക്കി. ഞാനിങ്ങനെ അവന് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവനെക്കാട്ട് എക്സൈറ്റ്മെൻറ്റ് എനിക്കാട്ടോ. എനിക്ക് പണ്ട് മുതലേ ഇങ്ങനെ ഇഷ്ടമാണ് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ സെലക്ട് ചെയ്യാനും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുണ്ട്. ദേവമോൾ എന്തൊക്കെയോ പെറുക്കി കൊട്ടയിലിടുന്നുണ്ട്. ഞാനപ്പോൾ കാര്യമായിട്ട് അവന് റെഡ് ടിഫിൻ ബോക്സും റെഡ് ബോക്സും എല്ലാമാണ് ഞാൻ നോക്കുന്നത്. അവൻ ആഗ്രഹിച്ച പോലെ അവന് കിട്ടാൻ വേണ്ടി അവൻ അപ്പച്ചനോട് പറഞ്ഞായിരുന്നു, അവന് സ്കൂളിൽ പോകുമ്പോൾ സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ വേണം. അങ്ങനെ ചില കുട്ടികളുടെ കാണുമ്പോഴത്തേക്ക് അവനങ്ങനെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ മഞ്ചായി കാണാനില്ല. ഞാനവിടെ തപ്പിത്തടച്ച് നടന്നപ്പോൾ നോക്കും, പെന്നിൻ്റെ അവിടെ പോയി കുറേ പെന്നെ സെലക്ട് ചെയ്യണം. വീട് നിറയെ പെന്നാണ്. എന്നിട്ടും അങ്ങേർക്ക് പെന്നിൻ്റെ സെക്ഷൻ കാണുമ്പോഴത്തേക്ക് അങ്ങേരുടെ കൈ വിറയ്ക്കും. ഈ മദ്യം കാണുമ്പോൾ മനുഷ്യന്മാരുടെ കൈ വിറയ്ക്കണ പോലെയാണ് പുള്ളിക്ക് പെണ്ണ് കാണുമ്പോൾ. പിന്നെ ഓരോരുത്തർക്കും ഓരോ വട്ടുണ്ടല്ലോ. എനിക്ക് എൻ്റേതായ വട്ടുകളുണ്ട്, മഞ്ചായിക്ക് മഞ്ചായുടേതായ വട്ടുകൾ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഉള്ള പെണ്ണൊന്നും പോരേന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു പെണ്ണെങ്കിലും ഞാൻ യൂസ് ചെയ്യാതെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ 1000 രൂപ തരാമെന്ന്. അപ്പോൾ പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. ചിലപ്പോൾ ഉണ്ടാവില്ല, പുള്ളി ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ വന്നു. ആദ്യമേ ഞാൻ അവൻ എല്ലാ സാധനങ്ങളും കൊടുത്തു കേട്ടോ. പക്ഷെ അപ്പോൾ ഉള്ളവൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണാൻ എനിക്ക് മീൻസ് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ അതിൽ ഹാപ്പിയായിരുന്നു, അവൻ കണ്ട് ഇഷ്ടപ്പെട്ടതിൽ. പിന്നെ ഞങ്ങൾ വീഡിയോ എടുത്തത്